Hello students, welcome to my YouTube channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ സിലബസിലെ അടുത്ത ടോപ്പിക്കാണ്, ദറ്റ് ഈസ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് MCQസും അതുപോലെ ഷോർട്ട് നോട്ടും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡാറ്റ കളക്ഷൻ ചെയ്യാറുണ്ടല്ലേ? അപ്പൊ നമ്മൾ കളക്ട് ചെയ്യുന്ന എല്ലാ ഡാറ്റയും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഓരോ ഡാറ്റയ്ക്കും ഓരോ സ്വഭാവമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് അതിനെ വ്യത്യസ്ത ലെവലിലായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഡാറ്റയുടെ ക്യാരക്ടർ മനസ്സിലാക്കി അതിനെ ക്ലാസിഫൈ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് അഥവാ ലെവൽസ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓരോ ഡാറ്റയും അത് ഏത് ലെവലിലാണ് അല്ലെങ്കിൽ ഏത് സ്കെയിലിലാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കിയിട്ട് അത് എത്തരത്തിലുള്ള ഡാറ്റയാണെന്നും അതുപോലെ ആ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ മാത്തമാറ്റിക്കൽ അപ്ലിക്കേഷൻസ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഏതൊക്കെയാണ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എന്ന് നോക്കാം. നമുക്ക് 4 സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ആണുള്ളത്. അതാണ് നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ ആൻഡ് റേഷ്യോ. ഇത് ഏറ്റവും ലോവസ്റ്റ് തൊട്ടിട്ട് ഹയസ്റ്റ് സ്കെയിൽ എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോമിനൽ ആണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ ആണ് ഏറ്റവും ഹയസ്റ്റ് സ്കെയിൽ. ആദ്യത്തെ സ്കെയിലാണ് നോമിനൽ സ്കെയിൽ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഏറ്റവും സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ വീക്കസ്റ്റ് സ്കെയിൽ ഓഫ് മെഷർമെന്റ് ആണ് നോമിനൽ സ്കെയിൽ. അതുകൊണ്ട് തന്നെ ഈ സ്കെയിലിൽ ഉൾപ്പെടുന്ന ഡാറ്റയെ നമുക്ക് ലേബൽ ചെയ്യാനോ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാനോ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഇതൊരു ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് നമുക്ക് പറ്റില്ല. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഡാറ്റയ്ക്ക് നമ്പർ കൊടുക്കാനായിട്ട് പറ്റും. ലേബൽ ചെയ്യാനായിട്ട് നമ്പേഴ്സ് യൂസ് ചെയ്യാം. പക്ഷെ ഈ നമ്പേഴ്സിന് മാത്തമാറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. അതായത് ഈ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒന്നൊന്നിനേക്കാളും മുകളിലാണ് താഴെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ചില എക്സാമ്പിൾ ആണ് ജെൻഡർ, ബ്ലഡ് ടൈപ്പ്, റിലീജിയൻ, മറൈറ്റൽ സ്റ്റാറ്റസ് ഒക്കെ പോലെ. നമ്മൾ ഇങ്ങനെ ഒരു ഡാറ്റ കളക്ട് ചെയ്ത ശേഷം ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ജെൻഡർ ആണെങ്കിൽ നമ്മൾ അതിനെ മെയിൽ, ഫീമെയിൽ എന്ന് ലേബൽ ചെയ്യുന്നു. പക്ഷെ നമുക്ക് റാങ്കിങ് ഓർഡറിൽ ഫസ്റ്റ് മെയിൽ, സെക്കൻഡ് ഫീമെയിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ ബ്ലഡ് ടൈപ്പിന്റെ കേസിലാണെങ്കിൽ എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എ ഗ്രൂപ്പ് ഒന്നാമത് വരും, ബി ഗ്രൂപ്പ് രണ്ടാമതേ വരുള്ളൂ, അങ്ങനെ നമുക്കിതൊരു ഓർഡറിൽ പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ നമുക്ക് ജസ്റ്റ് ലേബൽ ചെയ്യാൻ മാത്രം പറ്റുന്ന, ഓർഡർ ആക്കി അതിനെ റാങ്ക് പോലെ എഴുതാൻ പറ്റാത്ത വരുന്ന ഡാറ്റാസ് ആണ് ഈ നോമിനൽ ഗ്രൂപ്പിൽ വരുന്നത്. ഇത് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫുട്ബോൾ ടീമിലുള്ള പ്ലേയേഴ്സിനൊക്കെ നമ്മൾ നമ്പേഴ്സ് അസൈൻ ചെയ്യാറുണ്ട്. ആ നമ്പേഴ്സ് അസൈൻ ചെയ്യുന്നത് അവർ കളിക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 1 2 3 4 എന്ന് കുറെ നമ്പേഴ്സ് കൊടുത്തു, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല 1 എന്ന് പറഞ്ഞ നമ്പർ കിട്ടിയ ആളാണ് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, അത് കഴിഞ്ഞിട്ടുള്ള ആളാണ് 2, അത് കഴിഞ്ഞിട്ടുള്ള 3, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് ആ പ്ലേയേഴ്സിനെ തിരിച്ചറിയാനുള്ള ഒരു നമ്പേഴ്സ് പോലെ മാത്രമാണ് ഇതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിനൊരു മാത്തമാറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. ഇതുപോലെ തന്നെയാണ് നോമിനൽ സ്കെയിലിൽ പെടുന്ന എല്ലാ ഡാറ്റയും. ഇനി നമുക്ക് നോമിനൽ സ്കെയിലിൽ ഉൾപ്പെടുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്നും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നും നോക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്രീക്വൻസി കണ്ടെത്താം. അതായത് ഓരോ കാറ്റഗറിയിലും എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് മോഡ് കണ്ടെത്താം. മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റിംഗ് കാറ്റഗറിയാണ്. ഇപ്പൊ നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്തു, അതായത് അതിലെ മെയിലും ഫീമെയിലും നമ്മൾ വേർതിരിച്ചു. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഏത് കാറ്റഗറിയാണ്? മെയിൽ ആണോ ഏറ്റവും കൂടുതലുള്ളത്, അതോ ഫീമെയിൽ ആണോ ഏറ്റവും കൂടുതലുള്ളതെന്ന് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഈ നോമിനൽ സ്കെയിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാർ ചാർട്ടോ പൈ ചാർട്ടോ ഒക്കെ വരയ്ക്കാൻ പറ്റും. ഇനി ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് റാങ്കിങ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു റാങ്ക് അടിസ്ഥാനത്തിൽ എഴുതാനായിട്ട് പറ്റില്ല. ഇനി ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ പോലുള്ള ഒന്നും നമുക്ക് ഈ ഡാറ്റ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി മീനോ മീഡിയനോ കണ്ടുപിടിക്കാനാവില്ല. അതുപോലെ തന്നെ രണ്ട് കാറ്റഗറീസ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഇത് ഉപയോഗിച്ച് പറയാൻ പറ്റില്ല. ഇനി അടുത്തതാണ് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയില് നോമിനൽ സ്കെയിലിനേക്കാളും കുറച്ചും കൂടെ ഹയസ്റ്റ് ആണ്. ഇതിൽ ഡാറ്റയെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. നോമിനൽ സ്കെയിലിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ കാറ്റഗറീസിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ റാങ്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു കാറ്റഗറി മറ്റേ കാറ്റഗറിയെക്കാളും എത്ര കൂടുതലാണ് അല്ലെങ്കിൽ എത്ര കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ആ രീതിയിൽ നമുക്ക് കമ്പാരിസൺ ചെയ്യാനായിട്ട് ഇതിൽ പറ്റില്ല. ഇതിനൊരു എക്സാമ്പിൾ ആണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഹൈ ക്ലാസ്, മിഡിൽ ക്ലാസ് ആൻഡ് ലോ ക്ലാസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റാങ്ക് ചെയ്യാൻ പറ്റും. ഹൈ ക്ലാസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളവർ, അത് കഴിഞ്ഞിട്ട് മിഡിൽ ക്ലാസ്, പിന്നെ ലോ ക്ലാസ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഓർഡർ പറയാൻ പറ്റും. പക്ഷെ ഹൈ ക്ലാസ്സുകാരെക്കാളും എത്ര ഇൻകം കുറവാണ് മിഡിൽ ക്ലാസ്സിലുള്ളവർക്ക്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ളവരെക്കാളും എത്ര ഇൻകം കുറവാണ് ലോ ക്ലാസ്സുകാർക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി ഇതുപോലുള്ള ഒരു മറ്റൊരു എക്സാമ്പിൾ ആണ്, ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒക്കെ വന്നവരെ അറേഞ്ച് ചെയ്യും. പക്ഷെ ഈ ഫസ്റ്റ് വന്ന കുട്ടീനേക്കാളും എത്ര മാർക്ക് കുറവായിരിക്കണം സെക്കൻഡ് വന്ന കുട്ടി എന്നിട്ടുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു നമ്പർ ഇല്ല. ചിലപ്പം ഫസ്റ്റ് വന്ന കുട്ടിയെക്കാളും 50 മാർക്ക് കുറവായിരിക്കാം സെക്കൻഡ് വന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് വന്ന കുട്ടിയെക്കാളും വെറും 1 മാർക്കേ സെക്കൻഡ് വന്ന കുട്ടിക്ക് കുറവുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ആരാണ് ഫസ്റ്റ് ആരാണ് സെക്കൻഡ് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് വന്ന കുട്ടിയും സെക്കൻഡ് വന്ന കുട്ടിയും തമ്മിൽ ഇത്ര മാർക്കിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റില്ല. അത് തന്നെയാണ് ഓർഡിനൽ സ്കെയിലിൽ പെടുന്ന ഡാറ്റയുടെ കാര്യം. നമുക്ക് റാങ്കിങ് ചെയ്യാൻ പറ്റും, പക്ഷെ ഓരോ കാറ്റഗറി തമ്മിൽ എത്ര ഡിഫറൻസ് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തതാണ് ഇന്റർവെൽ സ്കെയിൽ. ഇന്റർവെൽ സ്കെയിലിൽ നമുക്ക് ഡാറ്റയെ ഓർഡേർഡ് കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഇന്റർവെൽ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളോട് നോർമൽ ബോഡി ടെമ്പറേച്ചർ ചോദിച്ചാൽ നമുക്ക് റേഞ്ച് അല്ലേ പറയാം, 36.1 ഡിഗ്രി സെൽഷ്യസ് ടു 37.2 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അതുപോലെ ഡാറ്റ ഒരു കാറ്റഗറി പോലെ, ഒരു ഇന്റർവെൽ പോലെ പറയുന്നതാണ് ഇന്റർവെൽ സ്കെയിലിൽ ഉൾപ്പെടുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാനും ചെയ്യാൻ പറ്റില്ല എന്ന് നോക്കാം. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ പോലുള്ള മീനിങ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് ഇന്റർവെൽ സ്കെയിലുള്ള ഡാറ്റ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ ഇതിനൊരു ആബ്സല്യൂട്ട് ആയിട്ടുള്ള ട്രൂ സീറോ പോയിന്റ് ഇല്ല. കറക്റ്റ് സീറോ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതിനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വാല്യൂ മറ്റൊരു വാല്യൂവിനേക്കാളും എത്ര ഇരട്ടിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകും. എക്സാമ്പിൾ ആയിട്ട് ഐക്യുവിന്റെ ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ ഐക്യു ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അതിന്റെ വാല്യൂ അനുസരിച്ചിട്ട് ഇന്റലിജൻസ് കോഷ്യന്റ്, ഒരാൾക്ക് എത്രത്തോളം ഐക്യു ഉണ്ടെന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ 130 ആൻഡ് എബോവ് കിട്ടിയവർ വെരി സുപ്പീരിയർ, 120 to 129 സുപ്പീരിയർ, അങ്ങനെ വന്ന് 69 ആൻഡ് ബിലോ ഉള്ളവർക്ക് എക്സ്ട്രീംലി ലോ, ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഓരോന്നും ഓരോ വാല്യൂസും ഒരു ഇന്റർവെൽ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല രണ്ട് ഇന്റർവെൽസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇപ്പൊ 129ഉം 120യും തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. അതേപോലെ തന്നെ 119ഉം 110ഉം തമ്മിലുള്ള ഡിഫറൻസും 9 ആണ്. അങ്ങനെ എല്ലാ ഇന്റർവെൽസിന്റെ ഇടയിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇനി ഇതിന്റെ ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ ഇതിനൊരു ട്രൂ സീറോ പോയിന്റ് ഇല്ല. അതായത് 69ന് താഴെ എല്ലാം എക്സ്ട്രീംലി ലോ എന്നാ പറയുന്നത്. അപ്പൊ ഒരു കുട്ടിക്ക് സീറോ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് ആ കുട്ടിക്ക് ബുദ്ധിയില്ല എന്നല്ല, എക്സ്ട്രീംലി ലോ ഐക്യു ആണെന്നേ ഉള്ളൂ. ഇനി അത് മാത്രമല്ല, ഇപ്പൊ ഒരു കുട്ടിക്ക് 60ആണ് ഐക്യു കിട്ടിയത്, മറ്റൊരു കുട്ടിക്ക് 120ആണ് ഐക്യു കിട്ടിയത്. അപ്പൊ 60 കിട്ടിയ കുട്ടിയെക്കാളും ഇരട്ടി ബുദ്ധി 120 കിട്ടിയ കുട്ടിക്കുണ്ടെന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്റർവെൽ സ്കെയിലിന്റെ പ്രത്യേകത. നമ്മൾ ഇന്റർവെൽ ആയിട്ടാണ് എഴുതുന്നത്. ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ ഡിഫറൻസ് ആയിരിക്കും ഇന്റർവെൽസ് തമ്മിൽ ഉണ്ടാവുക. പക്ഷെ ഒരു ട്രൂ സീറോ പോയിന്റ് ഇല്ല. അതുപോലെ ഒന്നിനേക്കാളും എത്ര ഇരട്ടിയാണ് മറ്റൊന്ന് എന്നും പറയാൻ പറ്റില്ല. ഇനി ലാസ്റ്റ് സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് സ്കെയിൽ ഓഫ് മെഷർമെന്റ്. അതുപോലെ തന്നെ ഒരു ഡാറ്റയെ കുറിച്ചുള്ള ഏറ്റവും നല്ല ഇൻഫർമേഷൻ കിട്ടുന്നതും റേഷ്യോ സ്കെയിലിൽ കൂടെയാണ്. ഇത് ആക്ച്വലി ഇന്റർവെൽ സ്കെയിലിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇന്റർവെൽ സ്കെയിലിൽ ഇല്ലാത്ത ഒരു സീറോ പോയിന്റ് റേഷ്യോ സ്കെയിലുണ്ട്. അതായത് ആക്ച്വൽ സീറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ഇതിൽ നമുക്ക് പറയാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഒരു സ്കോറും മറ്റേ സ്കോറും തമ്മിലുള്ള ഡിഫറൻസസ് കമ്പയർ ചെയ്യാനും അതുപോലെ ഒന്നൊന്നിന്റെ ഇരട്ടിയാണ് എന്നെല്ലാം പറയാനും ഈ ഒരു റേഷ്യോ സ്കെയിലുള്ള ഡാറ്റയ്ക്ക് പറ്റും. നമുക്ക് അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ ആണ് ഏജ്, ഹൈറ്റ്, വെയിറ്റ്, ഇൻകം പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏജിന്റെ എക്സാമ്പിൾ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു 0 വയസ്സ് അല്ലെങ്കിൽ സീറോ എന്ന് പറയുന്നത് ആക്ച്വലി ആ കുട്ടി ജനിച്ചതേ ഉള്ളൂ, പുതുതായി ജനിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒരു ആക്ച്വലി ഒരു സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് അവിടെ ഉണ്ട്. ഇനി 20 വയസ്സുള്ള ഒരാളും 10 വയസ്സുള്ള ഒരാളും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് പറയാം 10 വയസ്സുള്ള ആളെക്കാളും ഇരട്ടി പ്രായം 20 വയസ്സുള്ള ആൾക്കുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ നമുക്കൊരു സീറോ പോയിന്റ് ഉണ്ടായിരുന്നു.
അതുപോലെ ഒന്നൊന്നിനേക്കാളും ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി എന്നൊക്കെ നമുക്ക് പറയാനും പറ്റും. ഇതുപോലെ തന്നെയാണ് മറ്റ് ഹൈറ്റ്, വെയിറ്റ്, ഇൻകം പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയാണ് 4 സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്: നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് MCQസും അതുപോലെ ഷോർട്ട് നോട്ടും ഉണ്ടായിരിക്കും. MCQs ഇതുപോലുള്ള MCQ ആയിരിക്കും ചോദിക്കാറ്. അതായത് തന്നിട്ടുള്ളതിൽ ഏതാണ് നോമിനൽ, ഏതാണ് ഓർഡിനൽ, അങ്ങനെയൊക്കെ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ കണ്ടോ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോമിനൽ വേരിയബിൾ. ഇതിൽ ഏതാണ് നോമിനൽ? വെയിറ്റ്, ആൻസിറ്റി ലെവൽ, നമ്പർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ജെൻഡർ. നമുക്കറിയാം നോമിനൽ വേരിയബിൾ ആണെങ്കിൽ അതിന് ജസ്റ്റ് ലേബൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഒന്നൊന്നിനേക്കാളും മികച്ചതാണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയുള്ളത് ജെൻഡർ ആണ്. അപ്പൊ അതുകൊണ്ട് നോമിനൽ ആയിട്ടുള്ള വേരിയബിൾ ജെൻഡർ ആണെന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് വേരിയബിൾ സോഷ്യൽ ക്ലാസ് ഈസ് if it has 4 category 1 to 4 and class 1 is the highest social class and class 4 is the lowest. ഇവിടെ പറയുന്നത് വേരിയബിൾ സോഷ്യൽ ക്ലാസ് ആണ്. 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 1 to 4. 1 ആണ് ഏറ്റവും ഹയസ്റ്റ്, 4 ആണ് ഏറ്റവും ലോവസ്റ്റ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകത? കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, നമ്പറും ചെയ്യാൻ പറ്റും, റാങ്കും ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്നൊന്നിനേക്കാൾ എത്ര കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ളത് ഏത് സ്കെയിലിന്റെ പ്രത്യേകതയാണ്? ഓർഡിനൽ സ്കെയിലിന്റെ പ്രത്യേകതയാണ്. ഈ അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾ ഓഫ് നോമിനൽ സ്കെയിൽ എക്സെപ്റ്റ് റേസ്, സെക്സ്, ബോഡി വെയ്റ്റ്, ഒക്യുപ്പേഷൻ. നോമിനൽ സ്കെയിലില് ഇതിൽ ഏത് ഒരെണ്ണം മാത്രം നോമിനൽ സ്കെയിൽ അല്ല. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നോമിനൽ സ്കെയിലില് എന്ത് മാത്രമേ പറ്റുള്ളൂ? ലേബൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിൽ അങ്ങനെ ലേബൽ ചെയ്യാൻ മാത്രം, റാങ്കിങ് ചെയ്യാതെ ലേബലിംഗ് മാത്രം ചെയ്യാൻ പറ്റുന്നത് റേസ്, സെക്സ്, ഒക്യുപ്പേഷൻ. ഈ 3 നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റും. എന്നാൽ ബോഡി വെയിറ്റ് ആണെങ്കിൽ നമുക്ക് ലേബലും ചെയ്യാം, റാങ്കിങ്ങും ചെയ്യാം, BMI ഒക്കെ പോലെ. അപ്പം ഇതിൽ എക്സെപ്ഷൻ വരുന്നത് ബോഡി വെയിറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കെയിൽ ഓഫ് മെഷർമെന്റ് ഹാസ് ആൻ ആബ്സല്യൂട്ട് സീറോ. ആകുന്നതിനുള്ള ആബ്സല്യൂട്ട് സീറോ എന്നുള്ള ഒരു പോയിന്റ് ഉള്ളത് റേഷ്യോ സ്കെയിലിന് മാത്രമേ ഉള്ളൂ. ഇനി ഏജ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കണ്ടിന്യൂസ് വേരിയബിൾ, കാറ്റഗറിക്കൽ വേരിയബിൾ, ഡിസ്ക്രീറ്റ് വേരിയബിൾ, നോമിനൽ വേരിയബിൾ. ഇതിൽ ഏതായിരിക്കും ഉത്തരം വരിക? കണ്ടിന്യൂസ് വേരിയബിൾ. അതായത് ഏജ് കണ്ടിന്യൂയിങ് ആണ്, ഒരു ഇന്റർവെല്ലിലാണ് നമ്മൾ അത് പറയാ. പക്ഷെ അതിന് എന്തുണ്ടാവും? ഒരു ട്രൂ ഒരു 0 പോയിന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതാണ് കണ്ടിന്യൂസ് അഥവാ റേഷ്യോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാൻ ബി വർക്ക്ഡ് ഔട്ട് ഓൺലി ദ ഡാറ്റ ഈസ് ഓൺ. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഏത് ഡാറ്റ അതിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതാകെ ചെയ്യാൻ പറ്റുന്നത് ഇന്റർവെൽ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിലിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഈ റേഷ്യോ സ്കെയിലിൽ എല്ലാ തരത്തിലുള്ള മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് അതിൽ മീൻ വരുന്നുണ്ട്, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ കോഎഫിഷ്യന്റ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസും നമുക്ക് റേഷ്യോ സ്കെയിലിൽ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ഓരോ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് നോക്കി, ഓരോ സ്കെയിൽസ് ഓഫ് മെഷർമെന്റിലെ ഡാറ്റ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ചെയ്യാമെന്നും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സജഷൻസും ഡൗട്ടും ഒക്കെ കമന്റ് ആയിട്ടും ഇടാം. താങ്ക് യു.